ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെയ്യം റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പറാണ്. ദ തെയ്യംസ് ഓഫ് നോർത്ത് കേരള, ദ ലിറ്റിൽ ഗോഡ്സ് ഓഫ് ലിറ്റിൽ കിങ്ഡം. ഈ റിസർച്ച് പേപ്പർ എഴുതിയിരിക്കുന്നത് ഗീത ഇ എന്ന് പറയുന്ന മാമാണ്, ആൻഡ് ഷീ ഈസ് ആൻ അസോസിയേറ്റ് പ്രൊഫസർ. ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത് തെയ്യത്തെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല ആസ്പെക്ട്സിലും ഇത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് തെയ്യത്തെക്കുറിച്ചാണ്. വാട്ട് ഇസ് തെയ്യം? തെയ്യം എന്ന് പറയുമ്പോൾ എന്താ, ഒരു യുണീക്ക് ആയിട്ടുള്ള റിച്വലിസ്റ്റിക് പെർഫോമൻസ് ആണ് ആൻഡ് വർഷിപ്പ് ട്രഡീഷൻ. And it is mainly practiced in northern Kerala and southern Karnataka. ഇപ്പോൾ southern കർണാടകയിലും northern കേരളയിലും പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു യുണീക്ക് റിച്വലിസ്റ്റിക് പെർഫോമൻസ് ആൻഡ് വർഷിപ്പ് ട്രഡീഷൻ ആണ്. ഓക്കെ, ആൻഡ് വേദിക് അല്ലെങ്കിൽ ആര്യൻ വർഷിപ്പ് ട്രഡീഷൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡീപ്ലി റിച്വലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീജിയൻ ബൗണ്ട് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് ആണ് തെയ്യം എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് പ്ലേസസിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് നെയിംസിലാണ് അറിയപ്പെടുന്നത്. പഴയങ്ങാടിയുടെ നോർത്തേൺ പാർട്ടിലേക്ക് കോലം അല്ലെങ്കിൽ കളിയാട്ടം എന്നറിയപ്പെടുന്നു. പഴയങ്ങാടി ടു കോഴിക്കോട് ഈ ഒരു റീജിയനിൽ തെയ്യം എന്നറിയപ്പെടുന്നു. ആൻഡ് നിയർ കോഴിക്കോട് തിറ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് കർണാടകയിൽ തുളുനാട് ആ ഒരു പ്ലേസിൽ സത്യം അല്ലെങ്കിൽ ദെയ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഈ തെയ്യത്തെക്കുറിച്ച് ഏർലി റെഫറൻസസ് വരുന്നത് മെയിൻലി 13th സെഞ്ചുറി മലയാളം ടെക്സ്റ്റായ തിരുനിഴൽ മാല എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ദൈവക്കൂത്ത് എന്നുള്ളൊരു മെൻഷനിങ് വരുന്നുണ്ട്. ആൻഡ് പിന്നെ വരുന്നത് കാന്തേശ്വരം ടെമ്പിൾ, കർണാടകയിലുള്ള കാന്തേശ്വരം ടെമ്പിളിൽ അവിടുത്തെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിലും തെയ്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് തെയ്യത്തിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ്. മെനി ഓഫ് ദി തെയ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഫോംസിലായിരുന്നപ്പോൾ ഇൻജസ്റ്റിസ് റെസിസ്റ്റ് ചെയ്ത ഹ്യൂമൻ ബീങ്സിനെ ഗോഡ്സ് ആയി കൺസിഡർ ചെയ്തിട്ട് വർഷിപ്പ് ചെയ്യുന്ന ഫോംസ് ആണ് മെയിൻലി മിക്ക തെയ്യംസും വരുന്നത്. അല്ലാതെ പിന്നെ വരുന്നത് ഡിസീസ് ഡയറ്റീസ് എന്ന് പറയും, അവരും റെപ്രസെൻറ്റ് ചെയ്തും തെയ്യം പെർഫോം ചെയ്യാറുണ്ട്. അതായത് എക്സാമ്പിൾ സ്മോൾ പോക്സിനുള്ള ഗോഡ്സ്. ആൻഡ് ഓവർ ടൈം ഒരുപാട് തരത്തിലുള്ള ന്യൂ തെയ്യംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പുലിത്തിറ എന്ന് പറയുന്ന കൊളോണിയൽ ഒറിജിനിലുള്ളതാണ്, കൊളോണിയൽ ടൈമിൽ ഫോം ചെയ്ത് വന്നൊരു തെയ്യമാട്ടാണ്. ആൻഡ് വിഷകാണ്ടൻ എന്ന് പറയുന്ന 19th സെഞ്ചുറിയിൽ കണ്ണൂരിൽ ഫോം ചെയ്തൊരു ടൈപ്പ് ഓഫ് തെയ്യമായിരുന്നു. അപ്പോൾ ഓരോ തെയ്യത്തിൻ്റെ ഒറിജിനെ പറ്റിയും അതിൻ്റെ ഡീഡ്സ്, ബ്ലെസ്സിങ്സ് ഇതിനെയൊക്കെ പറ്റി പാടുന്നതാണ് തോറ്റൻ പാട്ട് അല്ലെങ്കിൽ സീക്രട്ട് സോങ്സ്. അപ്പോൾ ഈ തോറ്റൻ പാട്ടിലൂടെയാണ് ഈ ഓരോ തെയ്യത്തിൻ്റെയും സ്റ്റോറീസും അവരുടെ ഡീഡ്സും ബ്ലെസ്സിങ്സും എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ട്രഡീഷണലി 35 തെയ്യംസ് ആണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് നമ്പേഴ്സ് അനുസരിച്ച് 400-ൽ കൂടുതൽ തെയ്യംസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ആൻഡ് ഈ തെയ്യം പെർഫോം ചെയ്യാൻ വരുന്നത് കൂടുതലും മാർജിനലൈസ്ഡ് കാസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതായത് വണ്ണാൻ, മലയാൻ, വേളൻ, മാവിലൻ, കൊപ്ലാർ, പുലയൻ, ഈ മാർജിനലൈസ്ഡ് കാസ്റ്റിൽ നിന്നാണ് മെയിൻലി ഈ തെയ്യം പെർഫോമേഴ്സ് വരുന്നത്. ആൻഡ് ഇവർ ഈ പെർഫോമൻസ് നടത്തുമ്പോൾ ഇവർക്കൊരു എലിവേറ്റഡ് ഡിവൈൻ സ്റ്റാറ്റസ് ആണ് അവർക്ക് കിട്ടുന്നത്. തെയ്യത്തിൻ്റെ ആൻറ്റിക്വിറ്റിയെ കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലിറ്റററി റെഫറൻസ് ഒക്കെ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ തോറ്റമ്പാട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഓറലി ആണ് ജനറേഷനിലോട്ട് പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓരോ ജനറേഷൻ മാറുന്നതനുസരിച്ചും ആ കാലഘട്ടത്തിലുള്ള മോഡേൺ വേർഡ്സ് പഴയ വേർഡുകളെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയും ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഈ തെയ്യം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ആൻറ്റിക്വിറ്റി, അതിൻ്റെ പഴമ എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ തെയ്യാട്ടം എന്ന് പറയുന്നത് വേലൻ വെറിയാട്ട് എന്ന് പറയുന്ന ഒരു മുരുകൻ വർഷിപ്പ് സംഘമേജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ തെയ്യാട്ടത്തിന് സിമിലർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് തെയ്യം ഇവോൾവ് ചെയ്ത് വന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് അതിൽ കുറേ ഏൻഷ്യൻ എലിമെൻസും ഉണ്ട്, ലൈക്ക് ഫയർ വാക്കിംഗ്, കോക്ക് സാക്രിഫൈസ്, സ്റ്റോഡി റിച്വൽസ്, അതായത് ഈ കോഴിയെ കുരുതി കൊടുക്കുക, തീയിൽ കൂടി നടത്തിക്കുക, ഇങ്ങനെയുള്ള ഏൻഷ്യൻ എലിമെൻസും ഈ ഒരു ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റിച്വൽസ് എല്ലാം മാറ്റി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഓഫ് റിച്വൽ ആയത് കോലാതിരീസിൻ്റെ റൂളിംഗ് വന്നതിന് ശേഷമാണെന്ന് പറയുന്നത്. അതായത് കോലത്ത് നാടിൻ്റെ റൂളേഴ്സാണ് കോലാതിരീസ്. കോലാതിരീസ് വന്ന് ഈ ഒരു തെയ്യത്തിനെ ഒരു സ്റ്റാൻഡേർഡൈസ് വേർഷൻ ആക്കിയെന്നും അവരാണ് ഇതിൻ്റെ പേട്രൻസ് എന്നും പറയപ്പെടുന്നു. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഡൈറ്റീസ് എടുക്കുവാണെങ്കിൽ, അതായത് ഓരോ തെയ്യം എടുക്കുമ്പോഴും അതിൽ മോസ്റ്റ് ഓഫ് ദി തെയ്യവും മാനിഫെസ്റ്റേഷൻ ഓഫ് മദർ ഗോഡസ് ആണ്, വിച്ച് സിംബലൈസസ് ഫെർട്ടിലിറ്റി കൾട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈറ്റീസ് ഉണ്ട്. അതിൽ മെയിൻലി മദർ ഗോഡസ് ആണ് വരിക. അതായത് കാളി, ഭഗവതി, ചാമുണ്ടി, ഇങ്ങനെ പറയുന്ന ഡിഫറെൻറ്റ് ഗോഡസിനെ റെപ്രസെൻറ്റ് ചെയ്താണ് തെയ്യം വരിക. പിന്നെ വരുന്ന ഡൈറ്റീസ് എന്ന് പറയുന്നത് മന്ത്രമൂർത്തീസ്, അതായത് ഗാർഡിയൻ സ്പിരിറ്റ്സ് ലൈക്ക് ഭൈരവൻ, കുട്ടിച്ചാത്തൻ, ഹീറോസ് ലൈക്ക് പടവീരൻ, കുടിവീരൻ, ആൻസിസ്റ്റേഴ്സ് ലൈക്ക് മുത്തപ്പൻ, തൊണ്ടാച്ചൻ, സർപ്പൻ ഗോഡ്സ് ലൈക്ക് നാഗയക്ഷി, നാഗരാജാവ്, അനിമൽ ഫോംസ് ലൈക്ക് പുലിയൂർ കാളി, പുലിമാരൻ. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡൈറ്റീസ് വരുന്നതിൽ ഏറ്റവും മെയിൻലി വരുന്നത് മദർ ഗോഡസസ് ആണ്. ആൻഡ് ഈ വരുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്ന മദർ ഗോഡസസ് വേദിക് ഗോഡസസിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വേദിക് ഗോഡസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൽ ഗോഡ്സിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ തെയ്യത്തിൽ ഈ ഗോഡസസ് എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വേർജിൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റി ഉള്ളതുപോലെയാണ് തെയ്യത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ തെയ്യത്തിൻ്റെ കൾച്ചറൽ റോൾ എടുക്കുകയാണെങ്കിൽ ഈ തെയ്യം എന്ന് പറയുന്നത് ട്രൈബൽ ബിലീഫ്
ഇൻ ഹീറോസ് ആൻഡ് ആൻസിസ്റ്റേഴ്സ്. ട്രൈബൽസിൻ്റെ ഹീറോസിലും ആൻസിസ്റ്റേഴ്സിലും ഉള്ള ഒരു ബിലീഫിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ഹീറോസ് എന്ന് പറയുമ്പോൾ ഇൻജസ്റ്റിസിന് അഗേൻസ്റ്റ് നിന്ന ആൾക്കാരെയാണല്ലോ അവർ ഹീറോസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബിലീഫ്, ആ ഹീറോസിലൊക്കെയുള്ള ബിലീഫാണ് ഈ തെയ്യത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തെയ്യം എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ആർട്ട് ഫോമാണ്. അതിൽ എല്ലാ തരത്തിലുള്ള ആർട്ട് ഫോംസും വരുന്നുണ്ട്. അതായത് മ്യൂസീഷ്യൻസ്, പെയിൻറ്റേഴ്സ്, വിമൻ ആൻഡ് എല്ലാ കാസ്റ്റിലുള്ള പാർട്ടിസിപ്പൻസും അതിൽ വരുന്നുണ്ട്. അവർക്ക് എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു റോള് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ഈ ഒരു റിച്വൽ ടൈമിൽ, ഈ തെയ്യം പെർഫോമൻസ് ടൈമിൽ അവിടെ കാണില്ല. ഇത് ആക്ച്വലി വളരെ ഒരു റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നോർത്ത് കേരള എന്ന് പറയുന്ന ഒരു കാസ്റ്റ് റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ളൊരു പ്ലേസിൽ ഈ ഒരു റിച്വലിന് വേണ്ടി മാത്രം ഈ ഒരു കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു തെയ്യം പെർഫോമൻസ് വരികയാണെങ്കിൽ ഓരോ കാസ്റ്റിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജന്മാശാരി, അതായത് കാർപ്പൻറ്റേഴ്സിനാണെങ്കിൽ ഈ തെയ്യത്തിനുള്ള പീഠം അല്ലെങ്കിൽ റിച്വൽ സീറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് കാർപ്പൻറ്റേഴ്സിനാണ്. ദെൻ ബ്ലാക്ക് സ്മിത്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പള്ളിവാൾ ആൻഡ് ഹാൻഡ് ലാമ്പ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ജോലി അവരെ ഏൽപ്പിക്കും. തീയാസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് കലശം ഉണ്ടാക്കാനുള്ള ജോലി കൊടുക്കുന്നുണ്ട്. ദെൻ വെളുത്തേടൻ പ്രൊവൈഡ്സ് റിച്വലി പ്യൂരിഫൈഡ് ക്ലോത്ത്സ്. കണിയാൻ ഓസ്പീഷ്യസ് ടൈംസ് എടുക്കുന്നു. ദെൻ നായേഴ്സ്, നമ്പ്യാർസ്, പൊതുവാൾസ് ഇവരൊക്കെ എന്താണ്, സൂപ്പർവൈസേഴ്സ് ആയിട്ട് നിൽക്കുന്നു. അപ്പം എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർക്കും അവരുടേതായിട്ടുള്ളൊരു ഡ്യൂട്ടി അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് ഈ എല്ലാ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന, ഒരു യൂണിറ്റി കൊണ്ടുവരുന്ന, ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഈ ഒരു തെയ്യം റിച്വലിനെ കാണുന്നത്. ഇനി തെയ്യത്തിൻ്റെ റിച്വൽ കാലണ്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോസ്റ്റ്യൂംസ് ആയാലും ഹെഡ് ഗിയേഴ്സ് ആയാലും എല്ലാം വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, വളരെ ഗ്രാൻഡറോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്യൂം എന്ന് പറയുന്നത് റെഡ് കോസ്റ്റ്യൂമാണ്. ആൻഡ് തലയിൽ വെക്കുന്ന ഹെഡ് ഗിയർ, മുടി എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ളതാണ്. ദെൻ ഓർണമെൻറ്റ്സ്, വെപ്പൻസ്, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ആണ് തെയ്യത്തിനുള്ളത്. അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കാലിൽ ആംഗ്ലറ്റിൻ്റെ സൗണ്ടും ഡ്രംസും മ്യൂസിക്കും സോങ്ങും ഒക്കെ കൂടെ ചേർന്ന ഒരു വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ തെയ്യത്തിന് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രിയാണ് ഈ പെർഫോമൻസ്. അപ്പോൾ ഈ രാത്രി ഈ കോസ്റ്റ്യൂമും ഈ മൂവ്മെൻറ്റ്സും എല്ലാം കൂടെ ചേർന്ന് മ്യൂസിക്കും ഒക്കെ ചേർന്ന് വരുമ്പോൾ ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു തെയ്യത്തിന് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വർഷിപ്പ് ഓഫ് ആർട്ട് ആൻഡ് വർഷിപ്പ് ഓഫ് ഗോഡ്. ഒരേ സമയം ആർട്ടിനെയും ഗോഡിനെയും വർഷിപ്പ് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് തെയ്യം എന്ന് പറയുന്നത്. തെയ്യം ആക്ച്വലി ഒരു ഫോക്ക് ആർട്ടാണ്, ഒരു ട്രൈബൽ ആർട്ട് ഫോമാണ് ഒറിജിനലി. പക്ഷേ ഈ ബ്രാഹ്മണിക് അതോറിറ്റിയുടെ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങൾ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ് വഴി ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പെർഫോമൻസിന് മുന്നേ ടെമ്പിൾ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് ഹൗസസിൽ പോയിട്ട് അവരുടെ പെർമിഷൻ വാങ്ങുക, ഇങ്ങനെയുള്ള ചില പ്രാക്ടീസസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ളി തെയ്യം എന്ത് ചെയ്യുന്നില്ല, സാൻസ്ക്രിറ്റൈസേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ചില കാര്യങ്ങളിലൊക്കെ തെയ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അതിന് ഇൻഡിജീനിയസ് കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റ്യൂം, റിച്വൽസ്, ഓറൽ സോങ്സ്, അതുപോലെ ഓഫറിങ്സ് എന്ന് പറയുമ്പോൾ കള്ള് കൊടുക്കുക അല്ലെങ്കിൽ അനിമൽ സാക്രിഫൈസ്, ഇതെല്ലാം എന്താണ്, ആ തെയ്യത്തിൻ്റെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, തെയ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെയ്യം മെയിൻലി ഒരു ഫോക്കായിട്ടാണ് നമ്മളിപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. തെയ്യത്തിൻ്റെ മോറൽ ആൻഡ് സോഷ്യൽ റോൾ എടുക്കുകയാണെങ്കിൽ ഈ തെയ്യം ബ്ലെസ്സിങ്സ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഉരിയാടസ് അല്ലെങ്കിൽ വാജാൽസ് നടത്തുന്ന സമയത്ത് മോറൽ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് ആൾക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഡിവോട്ടീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിട്ട് പ്രോമിസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ട്രൂത്ത് എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് വേർച്യു ആയിട്ട് തെയ്യം പറയുന്നത്. അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് എന്നുള്ളൊരു കാര്യം തെയ്യത്തിലൂടെ ആ ഒരു മോറൽ മെസ്സേജ് ബ്ലെസ്സിങ്സിലൂടെ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കാവ് എന്ന് പറയുന്നത് തന്നെ ഒരു കോർട്ട് ഓഫ് ജസ്റ്റിസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് തെയ്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ്സും ഗൈഡൻസും കൊടുക്കുന്ന ഒരു മീഡിയം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡിവോട്ടീസിനെ എന്ത് ചെയ്യുന്നു, കൺസോൾ ചെയ്യുന്നു. അവർക്കുള്ള ബുദ്ധിമുട്ടെല്ലാം കേട്ടിട്ട് അവരെ കൺസോൾ ചെയ്യുമ്പോൾ തന്നെ അവരെ വിളിക്കുന്നത് മൈ ചിൽഡ്രൻ എന്നുള്ളൊരു അഡ്രസ്സിങ്ങിലൂടെയാണ് ഡിവോട്ടീസിനെ കൺസിഡർ ചെയ്യുന്നത്. തെയ്യം എന്ന് പറയുന്നത് മെയിൻലി റിച്വലിസമാണ്. ഓക്കെ, റിച്വലിസം സെൻട്രൽ ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ് തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിച്വൽ റിജിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക എന്ന് പറയുന്നത് ആ പെർഫോമൻസിനായാലും അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കായാലും അതൊരു വലിയൊരു ദൈവകോപമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. റാത്ത് ഓഫ് ഗോഡിനെ ഫിയർ ചെയ്യുന്ന
ഒരു കാര്യമാണ് ഇതിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷേ ചേഞ്ചിങ് റൂൾസും സോഷ്യൽ സെറ്റിങ്സിൻ്റെ മാറ്റങ്ങളും അനുസരിച്ച് ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഒക്കെ ഈ തെയ്യം ആർട്ട് ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് സാക്രിഫൈസ് ബാൻ ചെയ്ത സമയത്ത്, ലോസ് സാക്രിഫൈസ് ബാൻ ചെയ്ത സമയത്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള റിച്വൽസ് റീപ്ലേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹ്യൂമൻ സാക്രിഫൈസിന് പകരം എന്ത് ചെയ്യുന്നു, അതിന് പകരം ഒരു മോക്ക് സാക്രിഫൈസ് അല്ലെങ്കിൽ മോക്ക് ഹണ്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിംബോളിക് റിച്വൽസ് റീപ്ലേസ് ചെയ്തു. പക്ഷെ ചില തെയ്യംസ് അത് സ്റ്റോപ്പ് ആവുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് വീരചാമുണ്ഡി തെയ്യം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോപ്ഡ് ടു എക്സിസ്റ്റ്, ഇറ്റ് സീസ് ടു എക്സിസ്റ്റ് വിത്ത് ദ ബാൻ ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ്. അപ്പോൾ അതിൽ ഹ്യൂമൻ സാക്രിഫൈസ് ആയിരുന്നു മെയിൻ. അപ്പോൾ ഹ്യൂമൻ സാക്രിഫൈസ് ബാൻ ചെയ്തപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് വീരചാമുണ്ഡി തെയ്യം എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഇല്ലാതായി. നെക്സ്റ്റ് നമ്മുടെ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിറ്റിൽ ഗോഡ്സ് ഓഫ് ദി ലിറ്റിൽ കിങ്ഡം ആണ്. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്നത് ലോക്കൽ ഡൈറ്റീസ് ആണ്. അതായത് ഈ നോർത്തേൺ മലബാർ അല്ലെങ്കിൽ കോലാതിരി റീജിയനിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ലോക്കൽ ഡൈറ്റീസ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരു റിച്വൽ ബൗണ്ടറി ഉണ്ട്, സദേൺ റിച്വൽ ബൗണ്ടറി ഉണ്ട്, അതായത് കോരാപ്പുഴ റിവർ. അപ്പോൾ ഈ കോരാപ്പുഴ റിവർ കഴിഞ്ഞിട്ട് ഈ ഡൈറ്റീസിനെ സൗത്തിലേക്ക് പോകാൻ ഇവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സെൻസ് ഓഫ് ട്രൈബൽ ഐഡന്റിറ്റി, ലോക്കൽ ഓട്ടോണമി, അതുപോലെ തന്നെ സദേൺ കേരളയിൽ നിന്നുള്ള സെപ്പറേഷൻ, ഇതൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ചില ഗോഡ്സിന് അല്ലെങ്കിൽ ഡൈറ്റീസിന് മാത്രം എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് മുത്തപ്പൻ, പുതിയ ഭഗതി, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇവർക്ക് കംപ്ലീറ്റ്ലി വർഷിപ്പ് ചെയ്യാൻ പറ്റും, ഇവരെ എല്ലായിടത്തും വർഷിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റ് ഗോഡ്സിന് അല്ലെങ്കിൽ ഡൈറ്റീസിന് ഈ ഒരു റിച്വൽ ബൗണ്ടറി കടന്നു പോകാൻ സമ്മതിക്കത്തില്ല. അഥവാ പോവേണ്ടി വന്നാലും അത് നോൺ റിച്വൽ ആയിട്ടുള്ള ഗസ്റ്റ് പെർഫോമൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഹൗ ദിസ് വേദിക് ഗോഡ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം തെയ്യം ഡൈറ്റീസ്. അപ്പോൾ വേദിക് ഗോഡ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സുപ്രീമസി ക്ലെയിം ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ തെയ്യം ഡൈറ്റീസ് എന്ന് പറയുന്നത് വളരെ മോഡസ്റ്റും ലോക്കലൈസ്ഡും ആണ്. അപ്പോൾ അവർ അവരുടെ ഡിവോട്ടീസിൻ്റെ വറീസ് കേൾക്കുന്നു, അവരുടെ സഫറിങ്സ് കുറയ്ക്കാനായിട്ട് മാക്സിമം അവരെ കൺസോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഫാമിലി ബ്ലെസ് ചെയ്യുന്നത് അവർക്ക് ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, ചിൽഡ്രൻ, ഇങ്ങനെയുള്ള ബേസിക് എസെൻഷ്യൽ ഫെമിലിയർ ബ്ലെസ്സിങ്സ് ആണ് തെയ്യം കൊടുക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് മുച്ചിലോട്ട് ഭഗവതി. കാസർഗോഡുള്ള മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് ഈ നേച്ചറിലെ എല്ലാ ജീവജാലങ്ങളും, സ്നേക്സ്, ടൈഗേഴ്സ്, കൗ, ഇതെല്ലാം ഹാർമോണിയസ്ലി ജീവിക്കാൻ വേണ്ടിയുള്ള ബ്ലെസ്സിങ് കൊടുക്കുന്ന ഒരു ഗോഡസ് ആണ് ഈ മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോൺട്രാസ്റ്റ് തെയ്യത്തിനുണ്ട്. അപ്പോൾ ഈ വേദിക് ഗോഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഗ്രാൻഡും ഒമ്നിപോട്ടൻ എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള ടെമ്പിൾസിലൊക്കെ എന്താണ് വർഷിപ്പ് ചെയ്യുന്ന ഗോഡ്സ് ആണ് ഈ വേദിക് ഗോഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ തെയ്യം ഡൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ടൈമിലേക്ക് വേണ്ടി പെർഫോമറിന്റെ ബോഡിയിലേക്ക് എന്താണ് ഇവോക്ക് ചെയ്യിക്കുന്ന ഒരു ആർട്ട് ഫോം, ഒരു എന്താണ് ഗോഡാണ് തെയ്യം എന്ന് പറയുന്നത്. അതായത് ഒരു പെർഫോമർ തെയ്യം പെർഫോം ചെയ്യുന്ന സമയത്താണ് ദൈവം ആ പേഴ്സണിനുള്ളിൽ കയറുന്നത്. പക്ഷേ വേദിക് ഗോഡ്സ് എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും പ്രസന്റ് ആയിരിക്കും, അവരെ ടെമ്പിൾസിൽ വർഷിപ്പ് ചെയ്യും. ഈ തെയ്യത്തിന്റെ കയ്യിലുള്ള പള്ളിവാളാണ് ഏതെങ്കിലും ഒരു ട്രീ ട്രങ്കിൽ, ഒരു മരത്തിൽ കൊണ്ടുവന്ന് വെക്കും. അവിടെ ഒരു ഡൈറ്റിയുടെ പ്രസൻസ് ഉണ്ടെന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി റിച്വൽസ് ഒന്നുമില്ല, വിളക്ക് കത്തിക്കുക, ചാൻറ്റിങ്, എന്താണ് പ്രേയേഴ്സ്, അങ്ങനെയൊന്നുമില്ല. ഈ അമ്പലങ്ങളിലുള്ള പോലെ ഒന്നും ഇല്ലാതെ ഈ തെയ്യം ഷ്രൈൻസ് അല്ലെങ്കിൽ ഈ പള്ളിവാള് വെച്ചിരിക്കുന്ന സമയത്ത് സന്ധ്യാനേരത്തൊരു ലാമ്പ്, ഒരു തിരി കത്തിക്കും. അതിനെ അന്ത്യത്തിരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അന്ത്യത്തിരി കത്തിക്കുന്ന ആളെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അന്ത്യത്തിരിയൻ എന്ന് പറയും. അപ്പോൾ ഈ റിച്വൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ തിരുമുടി, അതായത് ഈ ഹെഡ് ഗിയർ പെർഫോമറിന്റെ തലയിൽ വെക്കുന്ന ആ ഒരു ടൈം തൊട്ട് ആണ് ആ പേഴ്സൺ ഡിവൈൻ അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആൾ ഏത് കാസ്റ്റ് ആണെന്നോ, അയാൾ ഏത് എങ്ങനത്തെ ആളാണെന്നോ അങ്ങനെയൊന്നും നോക്കത്തില്ല. ആ ഒരു ടൈമിൽ ദ പേഴ്സൺ ഈസ് ഈക്വലൻ ടു ഗോഡ്. ആൻഡ് തെയ്യം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് റിട്ടൺ ഫിലോസഫിയോ സ്ക്രിപ്റ്റേഴ്സോ ഒന്നുമില്ല. ഇതെല്ലാം റിച്വൽസും ഓറൽ ട്രഡീഷൻസും ഫെയ്ത്തും റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ആർട്ട് ഫോമാണ് തെയ്യം. ആൻഡ് മോഡേണൈസേഷൻ ഒരുപാട് വന്നിട്ടും ഇപ്പോഴും എന്താണ് ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം ആയിട്ട് വിത്ത് ഡിവോഷൻ ആൻഡ് സോഷ്യൽ യൂണിറ്റി ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു ആർട്ട് ഫോമാണ് തെയ്യം എന്ന് പറയുന്നത്.